ആ പരാതിയിൽ പറയുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമപരമായി സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും ഗവൺമെൻറ് സ്വീകരിക്കും. രണ്ടാമത്തെ കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായെങ്കിലും കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറാവുന്നില്ല. കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കന്മാർ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഇത്രയും കോളിളക്കം ഉണ്ടാക്കിയ പ്രശ്നമായിട്ട് പോലും കോൺഗ്രസിൻ്റെ നല്ലൊരു വിഭാഗം നേതാക്കന്മാർ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഒളിവ് കേന്ദ്രങ്ങളിലും ഒളിവ് താമസമൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം സംസ്ഥാന നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ടാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പറയുന്നത് MLA കിട്ടാത്തത് പോലീസിന്റെ വെടിപ്പുകേട് കൊണ്ടാണ് എന്നുള്ളതാണ്. പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതല്ലേ, എന്തുകൊണ്ട് കണ്ടെത്തുന്നില്ല? പോലീസ് ചെയ്യേണ്ട ജോലിയെല്ലാം പോലീസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഒരു ദിവസം താമസിച്ചായിരുന്നാലും അത് നല്ല നിലയിൽ തന്നെ നിർവഹിക്കും. എവിടെയാണ് ഒളിപ്പിച്ച് വച്ചിരിക്കുന്നുള്ള വിവരം മുരളീധരൻ പറയട്ടെ. കൃത്യമായിട്ട് സമരം നടക്കുന്നില്ല എന്നുള്ളത് പോലെയല്ല. അതായത് ഇതിനെതിരെ ഒരു സമരമോ അല്ലെങ്കിൽ സിപിഎമ്മിന്റെ ഭാഗത്തു നിന്നോ അതായത് ഒരു തരത്തിലുള്ള ഒരു പ്രതിഷേധവും ഉണ്ടാകുന്നില്ല. ചെറിയ തരത്തിലുള്ള പ്രതിഷേധത്തിനപ്പുറം കാര്യമായ പ്രതിഷേധമൊന്നും അല്ല. അതെല്ലാം ഞങ്ങൾ നടത്തേണ്ട ഏതെല്ലാം കാര്യത്തിൽ എങ്ങനെ നടത്തണമെന്ന് സംബന്ധിച്ചിടത്തോളം ഒക്കെ ഞങ്ങൾ ആലോചിക്കും. അല്ലാതെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പോലുള്ളവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിക്കെതിരെ ഒരു സമരം നടത്തി ആ സമരത്തിൻ്റെ അർത്ഥവും അല്ലെങ്കിൽ സമരത്തിൻ്റെ ആവേശം തന്നെ കളയാൻ വേണ്ടി ഞങ്ങൾ തയ്യാറല്ല. മറ്റൊരു കാര്യം, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നേതാക്കൾ ഇപ്പോ രാഹുലിനെ പുറത്താക്കണമെന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കെ മുരളീധരൻ ഉൾപ്പെടെ അത് അങ്ങനെ ശക്തമായിട്ട് വന്നിട്ടില്ല. അവർ പറയട്ടെ. അവരുടെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായെന്നാണ് കെ മുരളീധരൻ പറഞ്ഞത്. KPCCയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയട്ടെ. അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം ഉണ്ടല്ലോ, സോണിയാജിയും പ്രിയങ്കജിയും ഒക്കെ ഉണ്ടല്ലോ. അവർ ഒരു പ്രതികരണം നടത്തിയില്ലല്ലോ. അവർ പ്രതികരിക്കട്ടെ. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കും, നേമം പിടിച്ചെടുക്കുന്നൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖർ. നേമത്ത് BJPയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തത് ഇനി ഒരിക്കലും തുറക്കാൻ പറ്റാത്ത രൂപത്തിൽ പൂട്ടിയേക്കാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് തുറക്കാൻ പ്രയാസമായിരിക്കും.